എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ് കേട്ടോ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തിടെ വാങ്ങിയിട്ടുള്ള വളരെ വിലക്കുറവുള്ള കുറച്ച് കുർത്തികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ കുറേ മുമ്പ് വാങ്ങിയതുകൊണ്ട് കേട്ടോ, ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കണ്ടുവെക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തി തന്നെയാണ്. ഇത് ഒരു എ ലൈൻ കുർത്തിയാണ്. ഒരു എന്താ പറയുക, ഒരു ഗ്രേയോ ആഷ് കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കളറാണ്. വൈറ്റ് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടാണുള്ളത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ സ്റ്റൈലും ബാക്കിയെല്ലാം നല്ലതാണ്, സ്റ്റിച്ചിങ് ഒക്കെ നല്ലതാണ്. ക്ലോത്തും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ക്ലോത്ത് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രിൻ്റ് ഉണ്ടല്ലോ, ഈ ബ്ലോക്ക് പ്രിൻ്റ് പോകുന്നുണ്ട്. അതായത് കക്ഷത്തൊക്കെ നമുക്ക് വേർക്കുന്നൊക്കെ സ്ഥലമല്ലേ, അവിടെയൊക്കെ നന്നായിട്ട് ഈ പ്രിൻ്റ് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യില്ല. മീഷോ എന്നാണ് വാങ്ങിച്ചത്. മീഷോയിൽ നല്ല പ്രോഡക്ട്സും ഉണ്ട്. പക്ഷേ മീഷോയിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷാണ്, ഇടാൻ നല്ല സുഖമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു കുർത്തയ്ക്കുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുമ്പോൾ കൂടുതൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും കുറച്ച് ദിവസം ഇടാം, അത്ര തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് ഇടാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എൻ്റെ സ്റ്റൈലൊക്കെ നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് പെയർ ചെയ്യാൻ ഒരു പെലാസോ ആണ്. ഇത് വൈറ്റിൽ, ഓഫ് വൈറ്റിൽ ഈ ഒരു കുർത്തയുടെ കളർ തന്നെയുള്ള ഇതേമാതിരത്തെ പ്രിൻ്റ് തന്നെയാണ് ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. ഇതും പോകുമോ എന്ന് ചോദിച്ചാൽ വാഷ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം പ്രിൻ്റ് തന്നെയാണ്, പോകുമെന്നറിയില്ല, വാഷ് ചെയ്താൽ പോകുമെന്നറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ, 1-2 പ്രാവശ്യം യൂസ് ചെയ്തു, പക്ഷെ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സമയമല്ലേ ഇടുന്നുള്ളൂ. അങ്ങനെ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പെലാസോ. ഒക്കെ നല്ലതാണ് കേട്ടോ, നല്ല കട്ടിങ് ആണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് പല കളേഴ്സും ഉണ്ട്. അപ്പം ആ കളേഴ്സ് ഏതായിരുന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ഇത്. മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. വലിയ വിലയില്ല കേട്ടോ, 500 അങ്ങനെ എന്തോ, വളരെ കുറഞ്ഞ വിലയുള്ളൂ, പെലാസവും രണ്ടും കൂടെ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. ചെറിയ വിലയാകുമ്പോൾ വില ഞാൻ മറന്നുപോയി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇരിങ്ങൽ സർഗാലയിൽ ഒരു എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലോ. ആർട്ടിസാൻസിൻ്റെയൊക്കെ ഒരു വലിയ എക്സിബിഷൻ നടന്നിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് വാങ്ങിച്ച ഒരു കുർത്തയാണ് അടുത്തത് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ഇത് നമ്മുടെ കേരളത്തിലുള്ളതല്ല, രാജസ്ഥാൻ ഏതോ സ്റ്റേറ്റാണ്, ഞാൻ മറന്നുപോയി ഇപ്പോൾ സ്റ്റേറ്റൊക്കെ ഏതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഇത് കണ്ടല്ലേ, ഇതും ഒരു എ ലൈൻ കുർത്തയാണ്. നല്ല നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല സ്റ്റൈലിഷാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് തടിച്ചു, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു അമ്പലവും പള്ളിയൊക്കെ പണിയും കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും സ്റ്റിച്ചിങ്ങിൻ്റെ വിദ്യകളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കിത് പാകാക്കി എടുക്കാം. അപ്പോൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സൈസ് വാങ്ങിക്കുക. ഇത് നെക്സ്റ്റ് സൈസ് വല്ല 48 സൈസാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇവരുടെയൊക്കെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നില്ല. 48 ആയിട്ട് പോലും എനിക്കിത് പറ്റുന്നില്ല. അവരുടെ 48 സൈസാണ്, എനിക്ക് 42 മതി ശരിക്കും. പക്ഷേ ഇത് 48 സൈസാണ്. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. ഇതും ബ്ലോക്ക് പ്രിൻ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു എന്താ പറയുക, ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞത് പോവില്ല എന്നാണ്, അലക്കിയാലൊന്നും പോവില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇത് കോളർ നെക്കാണ്. പിന്നെ സ്ലീവ് ഏതാണ്ട് 3/4 സ്ലീവ് ഉണ്ട്. പിന്നെ ബട്ടൺ ഡൗൺ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, നടുവിലും ഇതുപോലെ സ്ലിറ്റ് ഉണ്ട്, 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കുർത്ത. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാകാക്കി എടുക്കാനുണ്ട്, കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കുർത്ത. ഇതിനും വില എന്ന് പറഞ്ഞാൽ 400-500 അങ്ങനെ എന്തോ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. അവിടെ അവർ പറഞ്ഞത് 700-800 മറ്റാണ് പറഞ്ഞത്. നമുക്കവിടെ ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
വില കുറച്ച് തന്നു അവർ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പലാസോ വൈറ്റ്, ഇത് ഞാൻ വേറെ വാങ്ങിച്ചതാണ് കേട്ടോ, അത് അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. വൈറ്റ് നമുക്ക് ഒരുവിധം അതിനൊക്കെ ഒപ്പിക്കാമല്ലോ, അത് വിചാരിച്ചിട്ടൊരു വൈറ്റ് പലാസോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതാണ്. ഇതും ബ്ലോക്ക് പ്രിൻ്റാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് അടുത്ത ഒരു കുർത്ത എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലൂവിൽ ഈ വൈറ്റ് ബ്ലോക്ക് പ്രിൻ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, ഒരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടാവും, നല്ല രസമുള്ളതാണ്. ഇതും ബട്ടൺ ഡൗൺ ആണ്, സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. ഒരു എ ലൈൻ കുർത്ത തന്നെയാണ് കേട്ടോ, പക്ഷെ താഴെയൊക്കെ നല്ല വീതിയുണ്ട്. ഇതാണ് അടുത്ത ഒരു കുർത്ത, നല്ല സുഖമാണ് ഇടാൻ. ഇതും അലക്കിയാൽ പോവില്ല, ഞാൻ അലക്കി, ഒരു കുഴപ്പവും വന്നിട്ടില്ല, ഒരു പ്രശ്നം വന്നിട്ടില്ല, പ്രിൻ്റൊന്നും പോയിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു വളരെ കാലം ഉപയോഗിക്കാൻ പറ്റും. കോട്ടനാണ്, നല്ല കോട്ടനാണ്. ഇതിനും അതേ വില തന്നെയാണ് അവരെടുത്തത്, 500 രൂപ ആണ് എടുത്തിട്ടുള്ളത്. 800 മറ്റോ ആയിരുന്നു അവർ പറഞ്ഞത്, പക്ഷേ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തു, അങ്ങനെ 500-ന് തന്നു. അതാണ് അടുത്ത ഒരു കുർത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത ഒരു കുർത്ത. ഈ വൈറ്റ് പലാസോ ഇതിനെ നമുക്ക് പെയർ ചെയ്യാം, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് വാങ്ങിയതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് വാങ്ങിച്ചതാണ്, ഇത് ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ഓൺലൈൻ കുർത്താസ് വാങ്ങിയത്, പണ്ടൊക്കെ വാങ്ങിയതാണ്, ഞാൻ ചിലതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ തടി ഇങ്ങനെ കൂടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പുതിയത് വാങ്ങേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ, കണ്ടില്ലേ. ഇതിപ്പോൾ എനിക്ക് ടൈറ്റാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. സ്ലീവ് അധികം ലെങ്ത് ഇല്ല, ഒരു എൽബോ ലെങ്ത്തിലേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു എ ലൈൻ തന്നെയാണ്. പിന്നെ സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കുർത്ത, സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ്. ഇത് നമുക്ക് ബ്ലാക്ക് ജീൻസോ എന്ത് വേണമെങ്കിലും ഇടാം, ബ്ലാക്ക് ഇടാം, ബ്ലൂ ഇടാം, ജീൻസ്. പിന്നെന്ന് പറയുന്നത് ഒരു സാരിയാണ് കേട്ടോ. സാരി ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ ഒരു ഞാൻ തിരുവാതിരക്കളിയുടെ ബ്ലൗസ് എടുക്കാൻ പോയതായിരുന്നു, അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സാരി കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ഉണ്ടല്ലോ, ബനാറസി ബോർഡറൊക്കെ ഉള്ളത്, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കണ്ടും അടുത്ത ഡിസൈൻ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ലീനിയറായിട്ട് ഇങ്ങനെ ലൈനുള്ള ഒരു സാരിയാണ് എടുത്തത് കേട്ടോ. ഇതൊരു സിൽവർ ലൈൻസാണ് കേട്ടോ, ഇങ്ങനെ കുത്തനെയുള്ള ലൈൻസാണ്. ഇത് ബനാറസി ബോർഡറാണ്. റെഡ് ആണോ എന്ന് ചോദിച്ചാൽ റെഡും ബ്ലാക്കും കൂടെ കളർ പറ്റില്ല, എന്താ മെറൂൺ പോലെയുള്ള ഒരു കളറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് തീരെ ഒരു സുഖമില്ലാത്ത റെഡാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ. ഇതിൽ സിൽവർ വരുമ്പോൾ ഉള്ള ഒരു കളർ ചേഞ്ചാണ് ബോർഡറിന് വരുന്നത്. റെഡ് തന്നെയാണ് ശരിക്കും ബോർഡർ. ഇത് ബ്ലൗസ് പീസാണ്. പിന്നെ കുറച്ച് സ്ഥലത്ത് ഇതില്ല കേട്ടോ, കുത്തുന്ന സ്ഥലത്തൊന്നും ഈ ലൈൻസ് ഇല്ല. പിന്നെ ഇങ്ങനെയാണ് സാരി ഉള്ളത് കേട്ടോ, ഇങ്ങനെ. അതിൻ്റെ പല്ലു എന്ന് പറയുന്നത് ഇതാണ്. പല്ലുമൊക്കെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ബനാറസി വീവിങ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു സാരി ഞാൻ പടുത്ത് വാങ്ങിയത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണ് സാരി ഉണ്ടാവുക, കണ്ടില്ലേ, ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ഉണ്ടാവും ബോർഡർ, പല്ലും ഇങ്ങനെ ഉണ്ടാവും. ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ബ്ലൗസ് തയ്ച്ചിട്ടില്ല, ഞാനതിന് ബ്ലൗസ് വേറെ വാങ്ങിയതാണ്. ബ്ലൗസ് പീസ് ഞാൻ വേറെ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ബ്ലൗസ് പീസ്. ഇതിന് ലൈനിങ് ഉണ്ട്, ലൈനിങ് ഉള്ള ബ്ലൗസ് പീസാണ് കേട്ടോ, കണ്ടില്ലേ.
അപ്പോൾ ഈ ലൈനിങ് ഇട്ടാലേ ഇതിന് ആ കളറ് വരുള്ളൂ. പിന്നെ ചെറിയൊരു ഡിസൈനുണ്ട്, ഒരു ട്രയാങ്കുലർ ഷേപ്പിലൊരു ചെറിയ സീക്വൻസ് വർക്ക്, ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്, നടുക്കൊരു ചെറിയ സീക്വൻസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ബ്ലൗസാണ്. ക്ലോസപ്പ് കാണിക്കട്ടോ. പിന്നെ അടുത്ത് വാങ്ങിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിവിടെ തിരുവാതിരക്കളി കളിക്കുന്നുണ്ട്. അപ്പോൾ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ ഓരോ തവണയും വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്. 40-50 രൂപ കൊടുക്കണം ഒരു മുഴത്തിന്. 40 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂവിൻ്റെ അത് വാങ്ങിച്ചു. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. അതിന് നല്ല മണമുണ്ട്. മുല്ലപ്പൂവിൻ്റെ എന്തോ സ്പ്രേ അവിടെ അടിച്ചിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? 2 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ എലാസ്റ്റിക്കാണ്, എത്ര വേണമെങ്കിലും വലിയ നമുക്കിങ്ങനെ വലിഞ്ഞിട്ട് നമുക്കിങ്ങനെ മുടിയിൽ ഇടാം. കാണിക്കാം കേട്ടോ, കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് മുടിയിൽ ചുറ്റിയിട്ട് ഇടാം. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണമുള്ളൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അല്ലാതെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഒക്കെ ഇതാക്കാം. വാഷ് ചെയ്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ കേസിൽ തന്നെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പോയിക്കോളും. നല്ലൊരു മണമാണ് കേട്ടോ, ശരിക്കും മുല്ലപ്പൂവിൻ്റെ മണമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 6 എണ്ണങ്ങളിലൊക്കെ സെറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ തിരുവാതിരക്കളിയൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഇത് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഓരോ തവണയും മുല്ലപ്പൂ വാങ്ങിക്കുമ്പം 40-50 രൂപ വരും അല്ലേ. അപ്പോൾ ഇതിന് 2 എണ്ണത്തിന് 149, 150 തന്നെ, 150 രൂപയാണ്. 75 റുപ്പീസ് വരും ഒന്നിന്. പക്ഷേ ഇത് പലതവണ ഉപയോഗിക്കാമല്ലോ, റിപ്പീറ്റഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മറ്റേത് ഒരു തവണ നമ്മളൊരു മുഴം വാങ്ങിക്കുമ്പോൾ തന്നെ 40 രൂപയാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സാധനമാണ്. അത് 6 ആൾ ചേർന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 6 എണ്ണം ഉള്ളതുണ്ട്, അതിനപ്പോൾ 50 രൂപയേ വരുള്ളൂ. ഞാൻ 6 എണ്ണം ഒന്നും വാങ്ങിച്ചില്ല, 2 എണ്ണമുള്ള പേരാണ് വാങ്ങിച്ചത്. ഒന്ന് കേട് വരുമ്പോൾ ഒന്ന് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് 2 എണ്ണം ഉള്ളത് വാങ്ങിച്ചത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല നല്ല കളറാണ്, ശരിക്കും മുല്ലപ്പൂവാണെന്നേ തോന്നുള്ളൂ, ഒട്ടും നമുക്ക് മനസ്സിലാവില്ല. അതാണ് നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ, ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ആമസോണിൽ പിന്നെ പൊതുവെ ക്വാളിറ്റി ഉണ്ടാവും സാധനങ്ങൾക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞാൽ, രാത്രിയൊക്കെ എനിക്ക് ഉറക്കം കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെൻസ് നമ്മൾ ഈ മൊബൈലിൽ അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നു. ഈ ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതൊരു ക്ലിപ്പ് ഓൺ ഗ്ലാസ്സാണ് കേട്ടോ, ക്ലിപ്പ് ഓൺ ആണ്. നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്ന ഒരു ഗ്ലാസ്സാണ് ഇത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് തുടയ്ക്കാനുള്ള തുണിയും അതിൻ്റെ കേസും ഒക്കെ അവർ തരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം, പിന്നെ ഇത് മുകളിലേക്ക് ആക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഈ ലെൻസിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ലെൻസിൻ്റെ മുകളിൽ, നമ്മുടെ കണ്ണടയുടെ മുകളിൽ തന്നെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക്. പിന്നെ ഇത് നമുക്കിങ്ങനെ മുകളിലൊക്കെ ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ രാത്രി സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ച് ഗ്ലാസ് വെച്ചാൽ ഈ ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത്. ഈ ഉറക്കം വരാതിരിക്കുന്നത് നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കണ്ണിൽ തട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉറക്കത്തിനെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു കേന്ദ്രം ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൽ, അപ്പോൾ അതിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്താൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനും അതുപോലെ മൊബൈലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യും. അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട്, നല്ല വിലയുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഞാനൊരു ട്രയലായിട്ട് വാങ്ങിയതാണ്, ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് വലിയ വിലയൊന്നും ഉള്ളതല്ല കേട്ടോ, അത് ചൈനയുടെ പ്രോഡക്റ്റ് എന്തോ ആണ്, വളരെ വില കുറവാണ്. വില ഞാൻ മറന്നുപോയിട്ടോ, ഞാൻ ലിങ്ക് ഇടാം.
ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതിന് നല്ല വിലയുണ്ട്. 2000, 3000 ആ ഒരു റേഞ്ചിലൊക്കെ വിലയുണ്ട്. അപ്പോൾ ആദ്യം ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ വിലയില്ലാത്തൊന്ന് വാങ്ങിയതാണ്. നമുക്ക് പരീക്ഷിച്ചിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നല്ലത് വാങ്ങാമെന്ന് വിചാരിച്ചു. ക്ലിപ്പ് ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ മുകളിലേക്ക് ആക്കി വെക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ രാത്രി ഇപ്പോൾ ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം പെട്ടെന്ന് ശരിയാവുന്നുണ്ട്. ഇത് സ്ലീപ്പ് ഡിസോർഡർ പോലെ ഉണ്ടായിരുന്നു, ഉറക്കം വരില്ലായിരുന്നു. ഞാനിങ്ങനെ നമ്മുടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുമല്ലോ രാത്രി, ഇങ്ങനെ അധികം സ്ക്രീൻ ടൈം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രാത്രി സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു ഗ്ലാസ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇത് വളരെ കാലം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ചെയ്തതല്ല, കുറേ ദിവസം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.